മണികണ്ഠൻ. അപ്പൊ പുള്ളിയുടെ പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഭയങ്കരമായി കണക്ട് ആകുന്ന കുറെ സിനിമകളാണ് പുള്ളിയുടെ. ഗുഡ് നൈറ്റ് ആയാലും ലവർ ആയാലും. അപ്പോൾ കുടുംബസ്ഥൻ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി മാനിന്റെ കുറെ ബുദ്ധിമുട്ടുകളും എങ്ങനെ ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നു, ഫാമിലി എല്ലാം ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ ഹ്യൂമർ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇമോഷണലി ഈക്വലി പ്രാധാന്യം നൽകിക്കൊണ്ടെടുത്ത സിനിമയാണ് കുടുംബസ്ഥൻ എന്നുള്ള സിനിമ. സിനിമയുടെ തുടക്കത്തിൽ മറ്റൊരു കാസ്റ്റിൽ നിന്ന് കല്യാണം കഴിച്ച നായകനെയാണ് കാണുന്നത്. വീട്ടുകാരൊക്കെ എതിർത്ത് രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. പിന്നീട് ഒരു വർഷങ്ങൾക്ക് ശേഷം പയ്യന്റെ വീട്ടിൽ ഓക്കെയാണ്. അപ്പോൾ പക്ഷെ പുള്ളി നമ്മൾ എല്ലാ മിഡിൽ ക്ലാസ് ലൈഫ് അറിയാം. ഓരോ മാസവും എങ്ങനെയൊക്കെയോ റോൾ ചെയ്ത് പൈസ അവിടെ നിന്നും കടം വാങ്ങി ഇവിടെ നിന്ന് വാങ്ങി ചെലവുകളൊക്കെ നടത്തി നമുക്കാകുന്ന പോലെ ചെയ്യാതെ കടം വാങ്ങിയിട്ടാണെങ്കിൽ നമ്മൾ ചെയ്യും എന്ന് പറയുന്ന പോലെ കുറെ കാര്യങ്ങൾ കടം വാങ്ങി ഓരോ ഫംഗ്ഷന് ചെയ്യുക, അങ്ങനെ കടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളിന്റെ ജോലി നഷ്ടപ്പെടുന്നത്. അത് ഫാമിലി അറിയിക്കാതെ ഇരിക്കുകയും വേണം, എന്നാൽ ഈ ചെലവുകളൊക്കെ മാനേജ് ചെയ്യും വേണം. അപ്പൊ പുള്ളി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സിനിമയിൽ ഉടനീളം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി അങ്ങനെ ഓരോ ലൈഫിൽ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, പക്ഷെ എങ്കിലും അത് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസോടെ തന്നെ പോകുന്നു. പക്ഷെ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഫാമിലിയും നമുക്ക് ഒപ്പം ഇല്ല എന്നറിയുമ്പോൾ അതൊക്കെ ഭയങ്കര ഇമോഷണലി വളരെ നല്ലതായി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെയധികം കണക്ട് ആകുന്നു. കുറെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ സിനിമ കാണുമ്പോൾ വളരെ തമാശയായി തോന്നുമെങ്കിലും ഇമോഷണലി വളരെയധികം സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര മോശം സിറ്റുവേഷൻ ഒക്കെയാണ്. അപ്പൊ അതിനെ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ചില പോയിന്റിൽ ഈ സിനിമ ഒന്ന് ഇതാവുന്നുണ്ട് എന്നുണ്ടെങ്കിലും ടോട്ടലി ഒരു വാച്ചബിൾ മൂവിയാണ് കുടുംബസ്ഥൻ എന്നുള്ള സിനിമ. മണികണ്ഠനെ പോലെ തന്നെ നായിക അടിപൊളിയായി ചെയ്തിട്ടുണ്ട്, പുതിയ ആളാണ്. പിന്നെ ഗുരു സോമസുന്ദരം പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ. അപ്പോൾ കുറച്ച് ഫൺ മൊമെന്റ്സും കുറച്ച് നല്ല ഫ്രീ ആയിട്ട് കാണാവുന്ന കുറച്ച് ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ് കുടുംബസ്ഥൻ എന്ന സിനിമ. സിനിമ ഓട്ടിട്ട് റിലീസായി എത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അടുത്തത് ഇവിടെ കുടുംബസ്നേഹമാണെങ്കിൽ രാജ്യസ്നേഹവുമായി വന്ന മറ്റൊരു OTT പടമാണ് സ്കൈ ഫോഴ്സ് എന്ന അക്ഷയ് കുമാർ ചിത്രം. സിനിമയിൽ മറ്റൊരു പ്രധാന വേഷത്തിൽ വി പഹരിയ എന്നുള്ള ഒരു പുതിയ ആളും കൂടെ എത്തിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇത് എന്ന് പറയുന്നത് 1965 ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് നടത്തിയ ഒരു എയർ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി ലൈനാണ്. നടന്ന കഥ തന്നെയാണ്, ബേസ്ഡ് ഓൺ ട്രൂ എവൻസ് ആണ്. നമുക്കറിയാം ഒരു സിനിമ ഇതിനോടകം തന്നെ കുറെ അധികം രാജ്യസ്നേഹത്തിനെ കുറിച്ചുള്ള സിനിമകൾ ഹിന്ദിയിൽ ഉടനീളം വന്നതുകൊണ്ട് തന്നെ ചിലർക്ക് ഇത് കാണുമ്പോൾ വലിയ പുതുമയൊന്നും ഉണ്ടാവില്ല. വലിയ പുതുമയുള്ള സിനിമ അല്ലെങ്കിലും ക്വൈറ്റ് എൻഗേജിങ് ആയിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ പറച്ചിലായിരുന്നു ഈ സിനിമയ്ക്കുള്ളത്. അപ്പോൾ ഈ എയർ സ്ട്രൈക്കിന്റെ ഇടയിൽ ഒരു പൈലറ്റ് മിസ്സാകുന്നതും പുള്ളിനെ കണ്ടുപിടിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പോൾ വളരെ നല്ല എൻഗേജിങ് ആയിരുന്നു ഈ സിനിമ. ഭയങ്കര ത്രില്ലിംഗ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലുണ്ടെങ്കിൽ പോലും ഇതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന ഈ സ്ട്രൈക്ക് ആയിരിക്കും മൊത്തം ഈ സിനിമ കൊണ്ടുപോകാമെന്ന് വിചാരിക്കും. പക്ഷെ ഇന്റർവെല്ലോടെ തന്നെ ആ സ്ട്രൈക്ക് അവസാനിക്കുകയും ആ സ്ട്രൈക്കിനിടയിൽ പൈലറ്റ് നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് നല്ല എൻഗേജിങ് ആയി അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുള്ള ടെക്നിക്കലി നല്ല രസകരമുള്ള അക്ഷയ് കുമാർ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് സ്കൈ ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു ഡീസന്റ് വാച്ച് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഈ രണ്ട് സിനിമകൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും.